الحمد لله الواحد القهار غافر الذنب وقابل التوبة شديد العقاب المتفرد بالبقاء والدوام والمتفضل على عباده بالإحسان والإنعام أحمده حمد من قال ربي الله ثم استقام الصلاة والسلام على رسوله المصطفى الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അനുഷ്ഠിച്ചും പാലിച്ചും ജീവിക്കുവാൻ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അല്ലാഹു അവന്റെ വിധിവിലക്കുകളെ യഥാവിധി അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന നല്ലവരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീൻ ഒരു വിശ്വാസിയുടെ വേദനയാണ്. ദുഃഖം നിറഞ്ഞ വാർത്തകളാണ് ആ നാടുമായി ബന്ധപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ച് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അഭയാർത്ഥി പ്രവാഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യക്കുരുതി ആരംഭിച്ചിട്ട് വർഷങ്ങളേറെയായി. ഇനിയൊരിക്കലും അവർക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധം അവരുടെ നാട് തകർന്ന്, വീട് തകർന്നിട്ടാണ് അവരെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബിൽഡിംഗ് മിസൈൽ വെച്ച് തകർത്ത് മനുഷ്യപ്പറ്റുള്ള മനുഷ്യർ അവിടെ വന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിൽ അടുത്ത മിസൈൽ അവരെ തന്നെ ലക്ഷ്യമാക്കി തൊടുത്തുവിടുമാറ് ക്രൂരതയാണ് ആ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കടലിലൂടെയും കരയിലൂടെയും വ്യോമമാർഗത്തിലും അവരെ അപകടങ്ങൾ വളയം ചെയ്ത ഒരു സാഹചര്യത്തിൽ ഏകദേശം 70,000-ത്തിലും അധികം ആളുകളാണ് ആ ഒരു ചെറിയ പ്രദേശത്ത് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അവരിൽ തന്നെ 18,000-ത്തിലധികം കുട്ടികളാണ്, ചോര പൈതലുകളാണ്. 1000-ത്തിലധികം കുട്ടികൾ 1 വയസ്സിന് താഴെയുള്ളവരാണ്. ഈ ജീവിതമെന്തെന്നറിയാത്ത, ചിരിക്കാനും വാവിട്ട് കരയാനും കൈകാലിട്ടടിക്കാനും മാത്രം കഴിയുന്ന ആ പിഞ്ചു പൈതങ്ങളെ, മുലപ്പാലിന്റെ മണം മാറാത്ത കുരുന്നുകളെ കൊന്നൊടുക്കുന്ന ദയനീയമായ അവസ്ഥ ആ നാട്ടിലുണ്ട്.
സ്വന്തം ഉമ്മയുടെ, ഗർഭിണിയായ ഉമ്മയുടെ 7 മാസം ഗർഭമുള്ള ഉമ്മയുടെ ഉദരത്തിലേക്ക് വെടിയുതിർത്തതിന്റെ വേദനിപ്പിക്കുന്ന കഥ പറയുന്ന ബാലികമാരെ നമുക്ക് കേൾക്കേണ്ടി വരികയാണ്. പട്ടിണി കൊണ്ട് മാത്രം 150-ലധികം കുട്ടികളാണ് മരിച്ചു വീണത്. ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നവരെ, ആശുപത്രിയിൽ അഭയം പ്രാപിച്ചവരെ, അവരെ ശുശ്രൂഷിക്കുന്നവരെ അടക്കം കൊന്നുകളയുന്ന മനസാക്ഷിയില്ലാത്ത നരനായാട്ടാണ് പലസ്തീനിന്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 200ഓളം വരുന്ന ആശുപത്രികളാണ് തകർക്കപ്പെട്ടത്. 100-ലധികം വിദ്യാലയങ്ങളാണ് തകർന്നു വീണിട്ടുള്ളത്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരുപോലെ തകർന്ന ഒരു ജനത. ആ ജനത ഗസ സംസാരിക്കുന്നത് മനുഷ്യ മനസാക്ഷിയോടാണ്. മനസാക്ഷിയുള്ളവരൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കും ഫലസ്തീൻ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. നിർഭയമായി നമ്മുടെ നാടുകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഫലസ്തീൻ നമുക്കൊരു പാഠം തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ തിരുമൊഴി, മൻ അസ്ബഹ മിൻകും ആമിനം ഫീ സിർബിഹി, തന്റെ നാട്ടിൽ തന്റെ കുടുംബത്തോടൊപ്പം ആരാണോ നേരം പുലരുമ്പോൾ നിർഭയരായി ജീവിക്കുന്നത്, മുആഫം ഫീ ജസദിഹി, രോഗമില്ലാത്ത സൗഖ്യമുള്ള ഒരു ആരോഗ്യാവസ്ഥയിൽ ആരാണോ കഴിഞ്ഞുകൂടുന്നത്, വഇൻദഹു ഖൂത യൗമിഹി, അതത് ദിവസം തിന്നാനുള്ള ഭക്ഷണമുണ്ട് എന്നെങ്കിലും പറയാൻ പറ്റുന്നവർ, ഫകഅന്നമാ ഹീസത്ത് ലഹു ദുനിയ, ദുനിയാവ് കിട്ടിയവരാണ് എന്നാണ്. ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന പൈതങ്ങളെ കാണുമ്പോഴാണ് നമുക്ക് കിട്ടിയ ആഹാരമെന്ന അനുഗ്രഹത്തിന്റെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. വെടിയുണ്ടകളുടെ ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങളിൽ വിറങ്ങലിച്ച് ജീവിക്കുന്ന ഒരു ജനതയെ കാണുമ്പോഴാണ് നിർഭയത്വമെന്ന നമുക്ക് ലഭിച്ച അനുഗ്രഹത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിന് മനസ്സറിഞ്ഞ ഒരു അൽഹംദുലില്ലാ പറയാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇത്തരത്തിൽ പരീക്ഷിക്കപ്പെട്ട ഒരു ജനത അത്തരം ജിനോസൈഡുകൾക്ക്, വംശീയ ഉന്മൂലനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലസ്തീൻ ഒരു വേദനയാണ്. അമ്പിയാക്കളുടെ പാദസ്പർശമേറ്റ മണ്ണാണ് പലസ്തീൻ. ഖുദ്സ് എന്ന ഭൂമി അമ്പിയാക്കൾ മുസല്ല വിരിച്ച ഭൂമിയാണ്. കൂട്ടം കൂട്ടമായി നിന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ പ്രണമിച്ച് സുജൂദ് ചെയ്ത് ആരാധനയെ അടയാളപ്പെടുത്തിയ പുണ്യ ഭവനമാണ്. മുസ്ലിമീങ്ങളുടെ 16 മാസമെങ്കിലും നമസ്കാരം കൽപ്പിക്കപ്പെട്ടതിനു ശേഷം ഖിബിലയായി സ്വീകരിച്ച ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളുടെ വികാരമാണ്. നിങ്ങൾ തീർത്ഥാടന യാത്ര നടത്തി പുണ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു പുണ്യഭൂമിയുണ്ട്. അങ്ങ് പലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പഠിപ്പിക്കപ്പെട്ട പ്രദേശമാണത്. അവിടെയാണ് ഇസ്രായേൽ സംഭവിച്ചിട്ടുള്ളത്. അവിടെ നിന്നാണ് മിഅ്റാജ് സംഭവിച്ചിട്ടുള്ളത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ നാട് അവർക്ക് എത്രയും വേണ്ടപ്പെട്ടതും അതൊരു പുണ്യഭൂമിയായി, പുണ്യഗേഹമായി നോക്കിക്കാണുന്ന പ്രദേശവുമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ലതജിദന്ന അശദ്ദന്നാസി അദാവ, ജനങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളോട് അങ്ങേയറ്റത്തെ ശത്രുതയും വെറുപ്പും സൂക്ഷിക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ നിങ്ങൾ കരുതലുണ്ടാവണം. നിങ്ങൾക്ക് അവർ ലില്ലദീന ആമനു, വിശ്വാസികളോടാണ് അവർക്ക് ഈമാനിന്റെ പേരിലാണ്, തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിലാണ് ആ ശത്രുത നിലനിൽക്കുന്നത്. അൽ യഹൂദ, അവരിൽപ്പെട്ട ഒരു വിഭാഗമാണ് ജൂതന്മാർ. വല്ലദീന അശ്റകു, ബഹുദൈവ വിശ്വാസികളിലും പെട്ടവർ നിങ്ങളോട് കഠിനമായ ശത്രുത വെച്ചു പുലർത്തുന്നവരുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു മാഇദയുടെ 82-ാമത്തെ വചനത്തിലൂടെ നമ്മളെ ചില ജാഗ്രതാ നിർദ്ദേശമായി നമുക്ക് നൽകിയിട്ടുണ്ട്. ലതബ്ലുവന്ന ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങളുടെ സമ്പത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടും. നിങ്ങളുടെ ശരീരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടും. നിങ്ങളുടെ പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ സ്വപ്ന വീടുകൾ കളഞ്ഞ് നിങ്ങൾക്ക് തീർത്ഥാടനം നടത്തുമാറുള്ള പരീക്ഷണങ്ങൾ സമുദായമേ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരം ചേതനയേറ്റ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും.
നിങ്ങളുടെ ചോര പൈതലുകൾ കൊലക്കത്തിക്കിരയായത് നിങ്ങൾ കാണേണ്ടി വരും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ് മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ. മുശ്രിക്കുകളിൽ നിന്നും വേദം നൽകപ്പെട്ട നിങ്ങളോട് ബദ്ധവൈര്യം പുലർത്തുന്നവരിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും അദൻ കസീറ, ധാരാളക്കണക്കിന് ഉപദ്രവങ്ങളും ആരോപണങ്ങളും നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഇത് ഒരു കാലചക്രം പോലെ നമ്മളെ വിടാതെ പിന്തുടരുന്ന ഒരു വേദനയായി, പ്രതിസന്ധിയായി, പരീക്ഷണമായി പരിശുദ്ധ ഖുർആൻ സൂറത്തു ആല ഇംറാനിന്റെ 186 വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയതാണ്. നിങ്ങളെക്കുറിച്ച് വിശ്വസിക്കാൻ പറ്റാത്ത ആരോപണങ്ങൾ തൊടുത്തുവിട്ട് നിങ്ങളെ മനുഷ്യ മനസ്സുകളിൽ നിങ്ങളെക്കുറിച്ചുള്ള വെറുപ്പ് രൂപപ്പെടുത്തുന്ന അവസ്ഥയടക്കം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറയുകയാണ്. അല്ലെങ്കിലും ഏതൊരു ജിനോസൈഡിന്റെയും വംശീയ ഉന്മൂലനത്തിന്റെയും അക്രമങ്ങളുടെയും വെറിയുടെയും പിറകിൽ ഇത്തരത്തിലുള്ള ചില ആസൂത്രണങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ക്ലാസിഫിക്കേഷൻ, വർഗീകരണം, ഹിന്ദുവിനെയും മുസൽമാനെയും വിദേശിയെയും സ്വദേശിയെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിക്കുന്നത് വംശീയ ഉന്മൂലനത്തിന്റെ ഒരു നടപടിക്രമത്തിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമാണ് എന്നാണ്. സിംബലൈസേഷൻ, താടി അപകടമാണ്, അത് തീവ്രവാദമാണ്. നമസ്കാര തഴമ്പ്, അത് അപകടമാണ്. തുടങ്ങി മുസ്ലിമീങ്ങളുടെ വേഷം പ്രശ്നമാണ്, അവരുടെ വസ്ത്രം പ്രശ്നമാണ്, അവരുടെ ആചാരങ്ങൾ പ്രശ്നമാണ്, അവരുടെ അനുഷ്ഠാനങ്ങൾ പ്രശ്നമാണ്, അവരുടെ ബാങ്ക് പ്രശ്നമാണ് തുടങ്ങിയ സിംബലൈസേഷനുകളിലൂടെ ഒരു സമുദായത്തെ വംശീയ ഉന്മൂലനത്തിന്റെ മുമ്പ് അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമെന്നത് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഡിസ്ക്രിമിനേഷൻ, വ്യത്യാസങ്ങൾ ഉണ്ടാക്കി പല തട്ടുകളാക്കി മാറ്റി കൂടുതൽ ആനുകൂല്യം പറ്റുന്നു എന്ന് പറഞ്ഞ് വെറി നിറച്ച് ആനുകൂല്യങ്ങളെ നിഷേധിക്കുന്ന തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനുകൾ നമുക്കിടയിൽ സംഭവിക്കുമെന്നുള്ളതും ഈ ജിനോസൈഡിന്റെ മറ്റൊരു ഭാഗമാണ്. ഡി ഹ്യൂമനൈസേഷൻ, വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി മാനവികതയ്ക്ക് നിരക്കാത്ത ഒരു വിഭാഗമാണ്, കൂടെ താമസിപ്പിക്കാൻ പാടില്ലാത്തവരാണ്, അവരുടെ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരാണ് തുടങ്ങി അപകടത്തിന്റെ ചില വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവർ മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും എതിരാണ് എന്ന തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി ഒരു സമുദായത്തെ ആളുകൾക്കിടയിൽ അപകടകരമായി ചിത്രീകരിക്കുക എന്നത് ഇതിന്റെ ഭാഗമാണ്. ഓർഗനൈസേഷൻ, സംഘടനകളും സംവിധാനങ്ങളും അതേപോലെയുള്ള ആസൂത്രണങ്ങളും നടത്തി യൂണിറ്റ് തലത്തിൽ, ശാഖാ തലത്തിലടക്കം ഇതിന്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് കൂട്ടം കൂട്ടമായി ചില പ്രവർത്തനങ്ങൾ നടത്തുക, മുസ്ലിം സ്ത്രീകളെ വ്യഭിചരിക്കുക, അവർ ജുമുഅക്ക് പള്ളിയിൽ പോകുന്ന സമയം നോക്കി അവരുടെ വീടുകളിൽ കയറി വ്യഭിചാരത്തിനെ സമീപിക്കുക, അവരുടെ പെൺകുട്ടികളെ ഇതേപോലെയുള്ള ശാരീരികമായി പ്രാപിക്കാൻ വേണ്ടി ആസൂത്രണങ്ങൾ നടത്തുക, അതിന് പാരിതോഷികങ്ങൾ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആൾക്കൂട്ടാക്രമങ്ങളും അതേപോലെയുള്ള അവർ മാംസം വിൽപ്പന നടത്തുന്നിടത്ത് വന്ന് അത്തരം കാര്യങ്ങളെ ആൾക്കൂട്ടാക്രമങ്ങളിലൂടെ, അത്തരം ഓർഗനൈസേഷനിലൂടെ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ജിനോസൈഡിന്റെ മറ്റൊരു ഭാഗമാണ്. പോളറൈസേഷൻ, നിങ്ങൾ അവർ എന്ന മതിൽക്കെട്ടുകൾ സ്ഥാപിക്കുക, അവർ ഇവർ എന്ന മതിൽക്കെട്ടുകൾ സ്ഥാപിക്കുക, വിദ്വേഷം ജനിപ്പിക്കുക, അത്തരം ഈ വർഗീയ വിഷം ചീറ്റുന്ന ആളുകളെ നിരത്തിലിറക്കുക, എന്നിട്ട് വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ ഒരു സമുദായത്തെ സംശയത്തിന്റെ മുനയിൽ നിർത്തുക. പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുവെച്ചാൽ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ഒരു സമൂഹത്തെ എങ്ങനെയെല്ലാം തുടച്ചു നീക്കണമെന്നതിന് കൃത്യമായ ആസൂത്രണങ്ങൾ നടത്തുകയും അതിലേക്കുള്ള സഞ്ചാര വേഗതകളെ ചിട്ടപ്പെടുത്തുകയും അതിനുവേണ്ടി ജുഡീഷ്യറികളിലും അത്തരത്തിലുള്ള ഈ നിയമനിർമ്മാണ സഭകളിലും ഇതിന്റെ അതേപോലെയുള്ള അധികാര കേന്ദ്രങ്ങളിലും തങ്ങളുടേതായ ആളുകളെ കുത്തിക്കയറ്റിയും തിരികെക്കയറ്റിയും ഒരു സമുദായത്തെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യാൻ, അടിവേരറുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെയാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ, പീഡനങ്ങൾ നടത്തുക, പള്ളികൾ ആക്രമിക്കുക, കടകമ്പോളങ്ങൾ ഇടിച്ചു നിരത്തുക തുടങ്ങിയിരിക്കുന്ന പ്രവർത്തനങ്ങളും
എക്സ്റ്റർമിനേഷൻ, വംശഹത്യയും കൂട്ടക്കൊലയും ഡിനൈൽ ചെയ്ത് തെളിവുകൾ മായ്ച്ചു കളഞ്ഞ് അതിനെയൊക്കെ മറ്റു വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയൊക്കെ അതിനെ സമീകരിക്കാനും അതേപോലെ ജനങ്ങൾക്കിടയിൽ ആ ചെയ്തതൊക്കെ നമ്മുടെ നാടിന്റെ സുരക്ഷക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിൽ ചിത്രീകരിക്കുകയും തെളിവുകൾ മായ്ച്ചു കളയുകയും അക്രമികളെ വെറുതെ വിടുകയും ഇരകളെ പുറങ്കിലടക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജിനോസൈഡിന്റെ ഭാഗമായി ഏതൊരു കാലഘട്ടത്തിലും നടക്കുന്നതാണ് എന്ന് മാനവിക നിരീക്ഷണങ്ങൾ നടത്തുന്ന ആളുകൾ പുറത്തുവിട്ട പഠനങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ വംശീയ ഉന്മൂലനങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതുമാണ്. അവിടെയെല്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഒരിക്കലും കരയില്ലാത്ത ഒരവസ്ഥയിൽ ഒരു സമുദായത്തെ കാരുണ്യവാനായ അല്ലാഹു ഒരിക്കലും പ്രതിസന്ധിയുടെ മുഖത്ത് തളച്ചിടാനും വെറും പീഡിതരായി ഇരകളായി ജീവിക്കാനുമുള്ള അവസ്ഥക്കപ്പുറത്ത് അതിജീവനത്തിന്റെ മാർഗങ്ങൾ നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും വൈൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ അങ്ങേയറ്റം അള്ളാഹുവിനു വേണ്ടി ക്ഷമിക്കുകയും വതത്തഖു, നിങ്ങളുടെ ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമാക്കി പടച്ച റബ്ബിന്റെ കൽപ്പനകൾ പാലിച്ച് അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കുകയും ചെയ്താൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതാണ് എല്ലാറ്റിന്റെയും അപ്പുറത്ത് ഏറ്റവും വലിയ മനക്കരുത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആല ഇംറാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പൊ ഇത്തരം പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസി എന്ത് ചെയ്യണം? കൂടുതൽ അപകടത്തിലേക്ക് എടുത്തു ചാടുകയോ അതല്ലെങ്കിൽ ഇരകളായി മാറുകയോ ചെയ്യുന്നതിനപ്പുറത്ത് അതിജീവനത്തിന്റെ മാർഗമുണ്ട്. അത് അള്ളാഹുവിലേക്ക് അടുക്കലാണ്, അത് പടച്ച റബ്ബിലേക്ക് കൈനീട്ടലാണ്, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കലാണ്. പലസ്തീനിൽ പീഡനം അനുഭവിക്കുന്ന, വാവിട്ട് കരയുന്ന, വിശപ്പ് കൊണ്ട് ആഹാരത്തിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി തൊണ്ടവറ്റിയ ഒരു ജനതയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ളത് അള്ളാഹുവിനോട് കരുളുരുകിയ പ്രാർത്ഥനയാണ്. കടലിന്റെ ആഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യത്തിന്റെ കൂരിരുട്ടിൽ ഭയപ്പെട്ട് വിറങ്ങലിച്ച് പ്രതീക്ഷയില്ലാതെ കഴിയുമ്പോഴും പടച്ചവനെ സംഭവിച്ചു പോയ തെറ്റ് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് രക്ഷിക്കണേ എന്ന് യാചിക്കുന്ന ഒരു പ്രവാചകനെ രക്ഷപ്പെടുത്തിയ കഥ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. കടലിരമ്പലിന്റെ ആർത്തിരമ്പുന്ന കടലിന് മുന്നിൽ വിറങ്ങലിച്ചു നിന്ന ഒരു ജനതയെ, ഇരമ്പി വരുന്ന സൈന്യത്തിന് മുന്നിൽ വിറങ്ങലിച്ചു നിന്ന ഒരു ജനതയെ രക്ഷപ്പെടുത്തിയ കഥ പറയുന്നുണ്ട്. അല്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന തൗഹീദിന്റെ മധുരം രുചിച്ച ഒരു ജനതയുടെ അതിജീവനത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ. അതുകൊണ്ട് നമ്മുടെയൊക്കെ സ്വാർത്ഥമായ ജീവിതത്തിനപ്പുറത്ത് ഇങ്ങനെയെല്ലാം ജനങ്ങൾ പ്രയാസപ്പെടുമ്പോഴും അത് സ്വന്തം വേദനയായി നോക്കിക്കണ്ട് കൈകൾ കെമ്പിൽ നീട്ടി പടച്ച റബ്ബിന്റെ വീട്ടിൽ വന്ന് നെഞ്ചുരുകി രക്ഷപ്പെടുത്തണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് ഏറ്റവും വലിയ ആയുധമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് മുന്നിൽ അതിജീവനത്തിന്റെ മാർഗമായി ഇസ്ലാം പഠിപ്പിച്ചത് പ്രാർത്ഥനയെ തന്നെയാണ്. ആക്രമിക്കപ്പെടുന്ന ഒരു ജനതയുടെ പ്രാർത്ഥനയ്ക്കിടയിലും പടച്ച റബ്ബിനിടയിലും യാതൊരു മറയുമില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രതിസന്ധികൾ നേരിടുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മറ്റൊരു, അള്ളാഹുവിലേക്ക് അടുക്കേണ്ട മറ്റൊരു മാർഗമാണ് നിരാശപ്പെടാതിരിക്കുക എന്നുള്ളത്, പ്രതീക്ഷയെ അർപ്പിക്കുക എന്നത്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കുറച്ച് മനുഷ്യരാണുള്ളത്. അതും സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. അവർക്ക് ഹക്ക് ബോധ്യപ്പെട്ടപ്പോ പ്രവാചകനോടൊപ്പം നിന്നതാണ്. അവരെ ആക്രമിക്കാൻ 10,000-കണക്കിന് സൈന്യം ചരിത്രം രേഖപ്പെടുത്തുന്നത് അവരൊന്നും നടന്നുപോയാൽ ആ മദീന അത് ചതഞ്ഞു പോകുമാറ് ഇരമ്പി വരുന്ന ആൾക്കൂട്ടം അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ അവർക്ക് മുന്നിൽ ഒരു പാറക്കല്ലിൽ തട്ടി കിടങ്ങു കുഴിക്കുക എന്ന ആശയം പ്രതിസന്ധി അനുഭവിച്ചപ്പോ തന്റെ കയ്യിലുള്ള ചമ്മട്ടിയെടുത്ത് മുണ്ട് മുറുക്കിയെടുത്ത് അവിടെ ചെന്ന് ആ പാറക്കല്ലിൽ ആഞ്ഞുവെട്ടി 3 കഷ്ണങ്ങളാക്കി മാറ്റിയ ധീരനായ ഒരു പ്രവാചകനുണ്ട്. റോമൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും ഇസ്ലാമിന് അധീനപ്പെടുന്നതും നിർഭയമായി പെൺകുട്ടികൾ വഴി നടക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ
നിരാശപ്പെടാത്ത ഒരു അതിജീവനത്തിന്റെ ചരിത്രമാണ് മഹാനായ പ്രവാചകന് പഠിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ദീനുണ്ടല്ലോ, ആ ദീന് ഒരു മൺകുടിലെത്താതെ, ഇവിടെയുള്ള കൊട്ടാരങ്ങളിലെത്താതെ, വൻകരകളെ സ്വാധീനിക്കാതെ, ജനഹൃദയങ്ങളിലേക്ക് കയറിയിറങ്ങാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്ത് ആരെല്ലാം എതിർക്കുന്നവരായി മാറിയാലും അവരുടെ ഹൃദയങ്ങളെ കീഴടക്കുന്ന ദീന് പുലരുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ വാഗ്ദാനം അതിൽ വിശ്വസിക്കുന്ന ഒരു ജനത ഒരു വെടിയുണ്ട കാണുമ്പോഴേക്ക്, മിസൈൽ പൊട്ടുമ്പോഴേക്ക് വിറങ്ങലിച്ചു നിന്ന് ആദർശത്തെ വലിച്ചെറിഞ്ഞ് മറുകൂറിൽ ചേക്കേറുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയോടുകൂടി അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് തവക്കുൽ. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഏറ്റവും വലിയ ആയുധം ഒരു വിശ്വാസിക്ക് ഏറ്റവും വലുത് തവക്കുൽ തന്നെയാണ്. പടച്ച റബ്ബിൽ ഭരമേൽപ്പിക്കുക. എനിക്കൊരു അല്ലാഹു ഉണ്ട്. അഗ്നികുണ്ഡം സംഹാര താണ്ഡവമാടുന്നത് അത് ഒരുക്കി വെച്ചത് ഭരണകൂടമാണ്. നാടെതിരാണ്, വീടെതിരാണ്, അതേപോലെ തന്നെ നാട്ടുകാരും ഭരണകൂടവും എതിരാണ്. അവരൊരുക്കി വെച്ച അഗ്നികുണ്ഡത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടലിലൂടെ തണുപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സമാധാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അത് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് എന്റെ അല്ലാഹു മതി എന്ന അചഞ്ചലമായ വിശ്വാസമാണ്. അതുകൊണ്ട് അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം അർപ്പിക്കുക എന്നത് അതിജീവനത്തിന്റെ ഇസ്ലാമിക മന്ത്രമായി നാം പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ അക്രമം നടത്തുന്നവർ ഇവിടെയൊക്കെ അരങ്ങുവാഴുമ്പോൾ അള്ളാഹുവിന്റെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമം ചെയ്യുന്നവർ അക്രമം പ്രവർത്തിച്ച് അഴിഞ്ഞാടുമ്പോൾ നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്ന അതിശക്തമായ താക്കീതിന്റെ ചാത്തുളി. ഇന്നമാ യുഅഖിറു ലിയൗമിൻ തസ്ഖസു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കണ്ണുകൾ പുറന്തള്ളുന്ന, ഹൃദയങ്ങൾ ഭയന്ന് വിറക്കുന്ന ഒരു ദിവസം, ലോകം അവസാനിക്കുന്ന ദിവസം വരാനുണ്ട്. വെറുതെ വിടില്ല. നിരപരാധികളെ ഉപദ്രവിച്ചവരെ, പാവപ്പെട്ടവരെ ഉപദ്രവിച്ചവരെ, മനുഷ്യരുടെ ആഹാരം നിഷേധിച്ചവരെ, അവരുടെ ചികിത്സയെ നിഷേധിച്ചവരെ, അവരുടെ വേദനകൾക്ക് വില കൽപ്പിക്കാത്ത മുഴുവൻ ആളുകളെയും ഈ വെറുതെ വിടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അതിശക്തമായി ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിമീങ്ങൾ വേദനിക്കുമ്പോ സന്തോഷിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. ചില ചാണകന്തീനികളും അതിനപ്പുറത്ത് ചില ഇസ്ലാം വിമർശകരും ഇത് കണ്ടിട്ട് ഭയങ്കര മുസ്ലിമീങ്ങൾക്ക് അടി കിട്ടുന്നത് കണ്ടിട്ടും അവരെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടും അതിൽ നിന്ന് ആവേശം കൊണ്ട് ഒരു സമുദായത്തോടുള്ള വെറുപ്പ് സോഷ്യൽ മീഡിയകളിലൂടെ നിറയ്ക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ടൊന്നും ഒരു വിശ്വാസിയെ തളർത്താൻ കഴിയില്ല. അതിനപ്പുറത്ത് ഈ പറയുന്ന മഹാപ്രപഞ്ചത്തിന്റെ ഉള്ളില് ഒരു സൂചിപ്പൊട്ട് പോലെയുള്ള ഈ ഭൂമിയില്, അതിന്റെ ഉള്ളിലെ വൻകരകളില് ഏതാനും ചില കീടങ്ങളുടെ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയെ ഉൾക്കൊണ്ട് നോക്കുമ്പോൾ ഏതാനും ചില കീടങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുന്നവർ ഈ പ്രപഞ്ചത്തെ പടച്ച പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ തകർത്താനും പേടിപ്പിക്കാനും ഇത്തരത്തിലുള്ള വിഷജന്തുക്കൾക്ക് സാധിക്കുകയില്ല എന്നതാണ് വിശ്വാസി സമൂഹം ഇത്തരം പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവൻ തിരിച്ചറിയേണ്ടതും പാലിക്കേണ്ടതുമായ മറ്റൊരു കാര്യം ശത്രുക്കൾക്ക് വേണ്ടി ജീവിക്കരുത് എന്നുള്ളതാണ്. പലപ്പോഴും അള്ളാഹുവിന്റെ ശത്രുവാണ്, ദീനിന്റെ ശത്രുവാണ്, മുസ്ലിമീങ്ങളുടെ ശത്രുവാണ് എന്ന് പറയുന്ന ആളുകളുടെ ആചാരങ്ങളെ കടമെടുക്കുന്ന ആളുകളുണ്ട്, അവരുടെ ചിഹ്നങ്ങളെ കടമെടുക്കുന്ന ആളുകളുണ്ട്, അവരുടെ സംസ്കാരങ്ങളെ കടമെടുക്കുന്ന ആളുകളുണ്ട്. അവരെന്താണോ ചെയ്യുന്നത് അതിന് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പാലിച്ച് അതിനോട് അതിന്റെ ഫോളോവേഴ്സായി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു സമുദായം തരം താഴരുത് എന്നത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ഖബറുകൾ കെട്ടിപ്പൊക്കി അമ്പിയാക്കളുടെ ആ ഊരും പേരറിയാത്തവരുടെയല്ല, അമ്പിയാക്കളുടെ ഖബറുകളെ കെട്ടിപ്പൊക്കി അതിനെ ആരാധനാലയമാക്കി അതിനെ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നത് ഈ ശത്രുക്കളുടെ ആചാരമാണ്. ആ ആചാരങ്ങളെ കടമെടുക്കുന്നവരായി ഒരു സമുദായ മക്കൾ മാറാൻ പാടില്ല എന്നത് ഇസ്ലാം പഠിപ്പിച്ച അതിശക്തമായ തിരിച്ചറിവിന്റെ സന്ദേശമാണ്. അതോടൊപ്പം തന്നെ ഇവരൊക്കെ ആചരിക്കുന്ന ജന്മദിനങ്ങളെ ആചരണത്തിന്റെ ഭാഗമാക്കിയെടുക്കുക, വാലന്റൈൻസ് ഡേകളെ, പ്രണയ ദിവസങ്ങളെ ആചാരമാക്കിയെടുക്കുക, അശ്ലീലതകളെ ആചാരമാക്കിയെടുക്കുക, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി പുറത്തിറക്കുന്ന പോൺ സൈറ്റുകളെ കണ്ണുകൊണ്ട് കാർന്നു തിന്ന്
അവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുക, അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് അത് തിന്ന് ചോര പൈതലുകളുടെ മണമുണ്ട് നമ്മൾ തേക്കുന്ന ചില രാജ്യക്കാരുടെ ഈ പറയുന്ന പല്ല് തേക്കുന്ന ഈ പേസ്റ്റിന്റെ അത് അതിനു വേണ്ടി പണം കൊടുക്കുന്നിടത്ത് ആ ചോരയുടെ മണമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാനും കൈക്കൊള്ളാനും സാധിക്കേണ്ടത്. അതുപോലെ തന്നെ എത്രയോ ആചാരങ്ങളെ കടമെടുത്ത്, സമ്പ്രദായങ്ങളെ കടമെടുത്ത്, വേഷങ്ങളെ കടമെടുത്ത്, ചിഹ്നങ്ങളെ കടമെടുത്ത് ജീവിക്കുന്നവരായി ശത്രുക്കൾക്ക് വേണ്ടി ജീവിക്കരുത് എന്നത് ഇസ്ലാം ശക്തമായി നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന മറ്റൊരു ആശയമാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ വിഷയത്തിൽ നമുക്കറിയാലോ, പടച്ച റബ്ബിന്റെ ദീന് പ്രബോധനം ചെയ്യുന്ന മനുഷ്യരെ അള്ളാഹു സംരക്ഷിക്കുമെന്നതാണ്. ഏത് നാടാണോ എവിടെയാണോ അള്ളാഹുവിന്റെ ദീനിനെ ദഅവത്ത് നടത്തുന്ന കുറച്ച് മനുഷ്യന്മാരുള്ളത്, ആ മനുഷ്യന്മാരെ അള്ളാഹു ശിക്ഷിക്കൂല. അതുകൊണ്ട് നിർഭയത്വത്തിന്റെ, നിലനിൽപ്പിന്റെ, അതിജീവനത്തിന്റെ ഇസ്ലാമികമായ അധ്യാപനങ്ങളെ നെഞ്ചേറ്റുന്നിടത്ത് നമുക്ക് ഈ പരീക്ഷണങ്ങളെ തരണം ചെയ്യാൻ സാധിക്കും എന്ന് തിരിച്ചറിയുകയും അള്ളാഹുവിന്റെ ദീനിൽ പരിപൂർണമായും പ്രവേശിക്കുകയും പടച്ച റബ്ബിന്റെ ദീനിനെ പാലിച്ചും പുലർത്തിയും നിലനിർത്തിയും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നിടത്ത് നമുക്ക് നമ്മെ അടയാളപ്പെടുത്താം. അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചും പാലിച്ചും ഓരോ കാലടിയും മുന്നോട്ട് വെക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ പല നിലക്കും കടന്നുവരും. ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ, ഒരടിമക്ക് അള്ളാഹു എന്തെങ്കിലും ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യുസിബു മിൻഹു, അവന് മുസീബത്ത് ഉണ്ടായി വരും എന്നുള്ളതാണ്. പലവിധ മുസീബത്ത് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അഷദ്ദുന്നാസി ബലാഅൻ ഹുമുൽ അംബിയ, പരീക്ഷണങ്ങളിൽ ഏറ്റവും കാഠിന്യമേറിയ പരീക്ഷണം അഭിമുഖീകരിക്കേണ്ടി വന്നത് അംബിയാക്കളാണ്. സുമ്മൽ അംസൽ ഫൽ അംസൽ, പിന്നെ അവരെ പോലെ ആ ദറജയോടൊപ്പം ജീവിക്കാൻ പരിശ്രമിച്ച നല്ല മനുഷ്യൻ, ആ നല്ല മനുഷ്യർക്ക് വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു ചോരക്കുഞ്ഞിനെ കാണാൻ ഭാഗ്യം കിട്ടാതെ ജരാനരകൾ ബാധിക്കുന്നത് വരെ അമ്പിയാക്കൾ പരീക്ഷിക്കപ്പെട്ടത്. സ്വന്തം കുഞ്ഞിനെ കാണാൻ കഴിയാതെ മറ്റുള്ള മക്കൾ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു എന്നൊരവസ്ഥയിൽ വിശ്വസിക്കേണ്ടി വന്ന ഒരു പിതാവ് കരഞ്ഞ് 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 മകന്റെ തിരോധാനത്തിന് ശേഷം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമാറ് ഒരു ഉപ്പ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം പരീക്ഷണങ്ങളിൽ പ്രവാചകന്മാർക്കുണ്ടാവും. ശരീരം പുഴുത്ത് പഴുത്ത് ദുർഗന്ധം വമിച്ച് പരിസരവാസികൾ പുറംപോക്കിലേക്ക് ആട്ടിയകറ്റി ഷെഡ് കെട്ടി താമസിക്കുന്ന അവസ്ഥയിലേക്ക് അമ്പിയാക്കൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വിറങ്ങലിച്ച് ഗുഹക്കുള്ളിൽ ഭയന്ന് കഴിഞ്ഞുകൂടിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളം കൂടിയാണ് എന്ന് പറയുമ്പോൾ ഏത് പരീക്ഷണമാണ് ഒരു വിശ്വാസിയെ തളർത്തുക? അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധികൾക്ക് ക്ഷമയോടുകൂടി അതിനെ അഭിമുഖീകരിക്കുകയും ഇസ്ലാമിക മാർഗത്തിൽ നിന്ന് വഴിതെറ്റാതെ അത്തരം പരീക്ഷണങ്ങളെ തരണം ചെയ്ത് മുന്നോട്ടു പോവുകയും പടച്ച റബ്ബിലേക്ക് കൈക്കുമ്പിൾ നീട്ടി പ്രാർത്ഥിച്ച് നമ്മുടെ പരീക്ഷണങ്ങളിൽ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയും ചെയ്ത് പടച്ച റബ്ബിലേക്ക് ചേർന്ന് നിൽക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പനയോട് ചേർന്ന് ജീവിക്കാൻ സാധിക്കുമാർ നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാ നന്മക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബെ, അറിഞ്ഞും അറിയാതെയും വന്നുപോയ നിരവധി പാപങ്ങളുണ്ട്. എല്ലാം ഞങ്ങൾക്ക് നീ വിട്ടുപുറത്തു മാപ്പാക്കി നൽകണമേ അല്ലാ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ അല്ലാ. ഞങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ അല്ലാ. മരിച്ചു വീഴും മുമ്പ് ഈമാൻ നിലനിർത്തി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. അല്ലാഹുവേ,
സാമ്പത്തികമായ പരാധീനതകൾ കൊണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഉപജീവനത്തിൽ നീ ബറക്കത്ത് നിറയ്ക്കണം റഹ്മാനെ. ഞങ്ങളുടെ തൊഴിലിലും കൂലിയിലും നിന്റെ അനുഗ്രഹം ചൊരിയണമേ അല്ലാ. ഞങ്ങളുടെ കടം നീ വീട്ടി നൽകണമേ അല്ലാ. ലക്ഷക്കണക്കിന് പണം കടം വന്ന് പ്രയാസപ്പെടുന്ന വീർപ്പുമുട്ടുന്ന ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട്. റഹ്മാനായ റബ്ബേ, നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഞങ്ങൾക്ക് നേരെ നോക്കണമേ അല്ലാ. പടച്ചവനെ, മാറാരോഗങ്ങൾ കൊണ്ട് മഹാമാരികൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അല്ലാ. സാമ്പത്തികമായ വമ്പിച്ച ചിലവുകൾ വരുന്ന രോഗങ്ങൾ കൊണ്ട് ഞങ്ങളെ തളർത്തരുതേ അല്ലാ. പടച്ചവനെ, മരിക്കുന്നത് വരെ നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള ആഫിയത്ത് തന്ന് അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഇന്ന് പള്ളിക്കാട്ടിലാണ്. അല്ലാഹുവേ, അവരുടെ ഖബറിടം നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണമേ. അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും നീ അവർക്ക് പുറത്തു കൊടുക്കണമേ അല്ലാ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ.